എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരള PSC നടത്തുന്ന LDC LGS പോലുള്ള പരീക്ഷകൾ ഗുണപ്രദമാകുന്ന രീതിയിൽ SCRT ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളും പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ SCRT ചാപ്റ്ററുകളും നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് ഒരു ക്ലാസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുമ്പോൾ തൊട്ടടുത്ത ക്ലാസ് ആയിട്ട് ഇനി SCRT ആയിരിക്കും പരിചയപ്പെടുത്തുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് SCRT ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ സിലബസിൽ പറയുന്ന അധ്യായങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിൽ തന്നെ ഇന്ന് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ SCRTയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും പഠിക്കത്തില്ല. SCRT ടെക്സ്റ്റ് ബുക്കിൽ എന്തെല്ലാമാണോ പറയുന്നത് അത് അതേപോലെ നമ്മൾ പഠിച്ചു വെക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അടുത്ത് ഇതേപോലെ തന്നെ ഇതേ കാര്യങ്ങൾ പറയുന്ന വേറൊരു അധ്യായം നമ്മുടെ അടുത്ത കുറച്ച് ഹയർ ആയിട്ടുള്ള ക്ലാസ്സുകൾ എത്തുമ്പോൾ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിക്കുന്ന ചാപ്റ്ററിലുള്ള കാര്യത്തോടൊപ്പം തന്നെ നമ്മൾ ചില ടോപ്പിക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അവിടെ നമ്മൾ പഠിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് താഴുന്ന ക്ലാസ്സുകളിൽ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ആ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുമ്പോൾ ഒരു 10ാം ക്ലാസ് ലെവലിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ എന്തായിരിക്കും കുറച്ചും കൂടെ കാര്യങ്ങൾ അവിടെ എക്സ്ട്രാ പറയുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്ററുകൾ നമ്മൾ കഴിയും തോറും നമ്മൾ സാധാരണ നമ്മളൊരു സ്കൂളിൽ പോയിരിക്കണ പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുകളിലൂടെ കടന്നു പോകുന്നു SCRT ടെക്സ്റ്റ് ബുക്കുകൾ വഴി. അതുവഴി നമുക്ക് കുറേ കാര്യങ്ങൾ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പടിപടിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതാണ് ഈ SCRT ചാപ്റ്ററുകൾ പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ വരും എന്ന് നമ്മൾ പഠിക്കണം. അതാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വായിക്കുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഭരണഘടന എന്ന അധ്യായമാണ്. ഈ ഒരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു ന്യൂസ് പേപ്പർ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ്. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള 2 പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് അമർ ജവാൻ ജ്യോതിയാണ്. അമർ ജവാൻ ജ്യോതി എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. ഇവിടെ പറയുന്നത് എന്താണ്? രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിപ്പിച്ച ജവാന്മാരെ സ്മരിച്ചുകൊണ്ട് അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു. എവിടെയാണ് ഇത്? ഡൽഹിയിലാണ്. ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിലായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത്. അപ്പം ഞാനിവിടെ പറഞ്ഞു ഇത് സ്ഥിതി ചെയ്തിരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും നിലവിലില്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ഈ അടുത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ പറഞ്ഞ അമർ ജവാൻ ജ്യോതി നമ്മുടെ ദേശീയ യുദ്ധ സ്മാരകത്തിലെ ജ്വാലയിലേക്ക് എന്താണ് ലയിപ്പിച്ചിട്ടുണ്ട്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പം നിലവിൽ ഇതില്ല, നമ്മുടെ ഇന്ത്യ ഗേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ എവിടെ കൊണ്ടുപോയിട്ട് ലയിപ്പിച്ചു? ദേശീയ യുദ്ധ സ്മാരകത്തിലെ ജ്വാലയിലേക്ക് ലയിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? നമ്മുടെ ന്യൂഡൽഹിയിലാണ്, ഇന്ത്യ ഗേറ്റിലാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. റിപ്പബ്ലിക് ദിനമുണ്ട് നമ്മുടെ രാജ്യത്ത്, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനവുമുണ്ട്. എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മുടെ രാജ്യം ആചരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തുന്നത് ആരാണ്? അതേപോലെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തുന്നത് ആരാണ്? അതിലൊരു ചോദ്യത്തിന് ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, രാഷ്ട്രപതിയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയും സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രിയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് പലപ്പോഴും ആ ചോദിക്കുന്ന സമയത്ത് പരീക്ഷ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ ഇന്ത്യൻ പതാക ഉയർത്തുന്നത് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയും. അതേ സമയത്ത് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയുമാണ്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ മറക്കുകയാണെങ്കിൽ, എങ്ങാനും ആർക്കും മറക്കത്തുണ്ടാവില്ല, പക്ഷെ എങ്ങാനും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, നമുക്ക് ഈ രാഷ്ട്രപതിയൊക്കെ വരുന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് അല്ലേ? നമുക്ക് ആദ്യം വരുന്നത് പ്രധാനമന്ത്രിയാണ്, നമ്മുടെ നെഹ്റു. അത് കഴിഞ്ഞിട്ടാണ് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. പിന്നെയാണ് നമ്മൾ ഈ പറയുന്ന രാഷ്ട്രപതി ആ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പം ആദ്യം വന്നത് പ്രധാനമന്ത്രി അല്ലേ? അപ്പം നമുക്ക് ആദ്യം കിട്ടിയത് സ്വാതന്ത്ര്യമല്ലേ?
അതിനുശേഷമാണല്ലോ നമ്മൾ റിപ്പബ്ലിക് ആയത്. അപ്പോൾ ആ സ്വാതന്ത്ര്യം കിട്ടി ആദ്യം പ്രധാനമന്ത്രി. അപ്പോൾ അവിടെ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആദ്യം ഓർക്കുക, സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തുന്നത് ആരാ? പ്രധാനമന്ത്രി. പിന്നെ ആ റിപ്പബ്ലിക് ആവുന്നത്. അപ്പോൾ അവിടെ ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു വെച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഇവിടെ ഒരു ന്യൂസ് കട്ടിങ് തന്നല്ലോ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, വായിച്ചു നോക്കാം. എല്ലാ വർഷവും ജനുവരി 26 നമ്മുടെ രാജ്യത്ത് എന്താണ്? റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നു. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന എന്തായത്? ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ എന്താണ്? ഒരു റിപ്പബ്ലിക് ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ രാജ്യത്തിൽ ഒരു ഭരണഘടന വന്നിരിക്കുന്നു, അതോടുകൂടി ഇന്ത്യ എന്താണ്? ഒരു റിപ്പബ്ലിക് ആയിട്ട് മാറി. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രതലവനായുള്ള സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് റിപ്പബ്ലിക്കിന് ഒരു ചെറിയൊരു ഡെഫിനിഷൻ നമ്മളിവിടെ പഠിച്ചു. 1950 ജനുവരി 26 നമ്മുടെ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ നമ്മളൊരു റിപ്പബ്ലിക് രാജ്യമായിട്ട് മാറി. അതേപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രതലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. ഇപ്പൊ നമ്മുടെ രാഷ്ട്രപതി നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നില്ലെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലൂടെയാണ് എന്ത്? രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി തന്നെയാണ് രാഷ്ട്രപതി. അപ്പൊ നമ്മുടെ രാജ്യവും എന്ത് തന്നെയാണോ? ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. ഇന്ത്യയുടെ രാഷ്ട്രതലവനായ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് ഭരണഘടനയിൽ എന്താണ്? കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഭരണഘടനയിൽ എന്താണ്? കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി അടുത്ത പറയുന്നത് എന്താണ്? നമ്മുടെ ഭരണഘടനയിലേക്ക് വരികയാണ്. അപ്പൊ ഇവിടെ ഒരു ചാപ്റ്റർ, ആ ഒരു ചാപ്റ്ററിൽ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തുടക്കത്തിൽ. ഇതൊക്കെ എന്താണ്? ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ചിലപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവസാനം നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ രാഷ്ട്രതലവനായ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടനയിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്ന സമയത്ത് അങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഇവിടെ കൃത്യമായി പറഞ്ഞു. ഇത് വായിച്ചൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഈ ഒരു കാര്യം നമ്മുടെ ചോദ്യപേപ്പറിൽ കാണും, നമുക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരില്ല. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഭരണഘടനയിലേക്ക് വരികയാണ്. ഈ ഒരു ചാപ്റ്റർ എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. നമ്മുടെ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ടല്ലോ. അപ്പൊ എന്താണ് ഭരണഘടന? നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന ആശയങ്ങളും നമ്മുടെ രാജ്യത്തെ തത്വങ്ങളും നിയമങ്ങളും ഒക്കെ അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് നമ്മുടെ ഭരണഘടന. അപ്പൊ എന്താണ് ഭരണഘടന എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ ഡെഫിനിഷൻ പരിചയപ്പെട്ടു. അടുത്തത് എന്താ പറയണേ? രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്നുണ്ട്. ആ ഭരണം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങളൊക്കെ എവിടുന്നാണ് നമ്മൾ എടുക്കുന്നത്? ഭരണഘടനയിൽ നിന്നാണ്. അതേപോലെ ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ എന്താണ് ഭരണഘടന എന്നതിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന എന്ന് ഒന്നാമതായിട്ട് പറഞ്ഞു. പിന്നെയോ രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്ന ഭരണഘടനയിൽ നിന്നാണെന്ന് രണ്ടാമത് പറഞ്ഞു. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടത്തുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് എന്നത് മൂന്നാമതായിട്ട് പറഞ്ഞു. അപ്പൊ ഈ 3 പോയിന്റുകളും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിക്കാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്ററിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ആമുഖമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടോ? ആമുഖമുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖമുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളാണ്. നിലവിൽ അത് 470ഓളം അനുച്ഛേദങ്ങളുണ്ട്. അതേപോലെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികകളെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾസേ ഉണ്ടായിരുന്നുള്ളൂ. നിലവിൽ അതെന്താണ്? 12 ഷെഡ്യൂൾസ് ഉണ്ട്.
അതേപോലെ തന്നെ 22 ഭാഗങ്ങളായിരുന്നു തുടക്കത്തിൽ. ഇപ്പോൾ അത് എത്രയാണ്? 25 ഭാഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഭേദഗതികൾ വന്നിട്ടുണ്ട്. അങ്ങനെ നിലവിൽ 106 ഭേദഗതികളാണ് നമ്മുടെ ഭരണഘടനയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 106 ഭേദഗതികളാണ് നമ്മുടെ ഭരണഘടനയിൽ നിലവിൽ ഉണ്ടായിട്ടുള്ളതെന്ന കാര്യം കൂടി ഓർക്കുക ഈ ഒരു തീയതി പ്രകാരം. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ വരികയാണെങ്കിൽ അത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നിലവിൽ ഈ ഒരു തീയതി പ്രകാരം 106. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആമുഖമുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ. ഒപ്പം 470ഓളം ആർട്ടിക്കിൾസ് നിലവിലുണ്ട്, 12ഓളം പട്ടികകൾ നിലവിലുണ്ട്, 25ഓളം ഭാഗങ്ങൾ നിലവിലുണ്ട്, 106ഓളം ഭേദഗതികളുമുണ്ട്. ഇവിടെ ഈ ആർട്ടിക്കിൾസിലും ഈ പറയുന്ന അമെൻമെന്റ്സിലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. നിലവിലെ ആ ഒരു ഡാറ്റ പ്രകാരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാനായിട്ട് നമുക്കറിയാം ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചിരുന്നു 1946 ഡിസംബർ 6-ാം തീയതി. 1946 ഡിസംബർ 6-ാം തീയതി. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രവർത്തനം 2 വർഷവും 11 മാസവും 17 ദിവസവുമായാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന രൂപീകരണത്തിനായിട്ട് വേണ്ടി വന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ 18 എന്ന് തരാം. PSC ഉത്തരത്തിൽ 17 വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ SCRT-യിലും പറഞ്ഞിരിക്കുന്ന 17. ഇനി 18 എന്ന് വന്നാലും എന്ത് ചെയ്യണം? ഉത്തരമായിട്ട് പരിഗണിക്കണം. ചിലപ്പോൾ 17 ഇല്ല, 18 ആണെങ്കിൽ അതായിരിക്കും ഉത്തരമായിട്ട് വരിക. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. SCRT-യിൽ പറയുന്ന ഓർക്കുക, 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണത്തിനായിട്ട് വേണ്ടി വന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു SCRT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പാഠത്തിൽ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത സമയം 2 വർഷവും 11 മാസവും 17 ദിവസവുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2 വർഷവും 11 മാസവും 17 ദിവസവും. ഇനി അടുത്തത്, ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ താല്പര്യമനുസരിച്ചാണ് എന്ത് ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും. അപ്പം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. നമ്മുടെ ജനങ്ങളുടെ താല്പര്യമനുസരിച്ചാണ് നമ്മുടെ ഭരണഘടനയൊക്കെ രൂപീകരിക്കുന്നതും അതോടൊപ്പം തന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്നത് അത് നമ്മുടെ ജനങ്ങളെ കൃത്യമായിട്ട് ജനങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ടാണ്. അതാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകത. തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടതെന്ന് നമുക്ക് ഏറ്റവും അഭിമാനകരമാണ്. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ചർച്ചകളിലൂടെയും സംവിധാനങ്ങളുടെയും ഫലമായി ഉയർന്നു വന്ന ആശയങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പ്രതിഫലനമാണെന്ത് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണം എന്ന ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ചാപ്റ്റർ വരികയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ കുറച്ചും കൂടെ ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ കൂടി പഠിക്കും. ഒരു പരീക്ഷാ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും SCRT ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓരോ പോയിന്റുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അവിടെ സിമ്പിളായിട്ട് പറയാം, നമ്മുടെ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി എന്ത് രൂപീകരിച്ചു? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഞാൻ ഓൾറെഡി ആ ഡേറ്റ് പറഞ്ഞു തന്നു, 1946 ഡിസംബർ മാസം 6-ാം തീയതി. അങ്ങനെ രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ചേർന്നു. ആ സമയത്ത് ആ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഉയർന്ന പ്രായമുള്ള വ്യക്തിയായ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിച്ചത്. പിന്നീട് 1946 ഡിസംബർ 11-ാം തീയതി, ഏത് ദിവസമാണ്? ഡിസംബർ 11-ാം തീയതി സ്ഥിര അധ്യക്ഷനായിട്ട് ആരെ തെരഞ്ഞെടുത്തു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. അപ്പൊ താൽക്കാലിക അധ്യക്ഷനാരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. സ്ഥിര അധ്യക്ഷനാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന കാര്യം ഓർക്കുക. നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത്.
ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് എന്ത്, ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇപ്പൊ ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ ആണ് ഈ പറയുന്ന ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലപ്പത്ത് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലപ്പത്തുണ്ടായിരുന്നത്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ കരട് തയ്യാറാക്കി വിശദമായ ചർച്ചയ്ക്കും സംവിധാനങ്ങൾക്കും ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് എന്താണ് അംഗീകാരം നൽകി. ഇപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, നമ്മുടെ ഭരണഘടനയ്ക്ക് ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് പല ചർച്ചകൾക്കും ശേഷം നമ്മുടെ ഒരു ഭരണഘടന രൂപം കൊള്ളുകയും ആ ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1949 നവംബർ 26 ഈ നവംബർ 26 എന്താണ് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന എന്നാണ് 1950 ജനുവരി 26 അന്ന് മുതൽ എന്താണ് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി. അപ്പൊ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയത് എന്നു മുതലാണ്? 1950 ജനുവരി 26 മുതൽ ഭരണഘടന നിലവിൽ വന്ന അന്ന് മുതൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് ഇന്ത്യ മാറിയത്. ഇപ്പൊ ഇവിടെ എന്നാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 1949 നവംബർ 26 അതാണ് ഭരണഘടനാ ദിനം എന്ന് പറയുന്നത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. അന്ന് മുതൽ നമ്മുടെ രാജ്യം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ രണ്ട് ഡേറ്റും പരസ്പരം മാറിപ്പോരുത്. റിപ്പബ്ലിക് ആയതെന്ന 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നപ്പോ. എന്നാൽ ഈ പറഞ്ഞ ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1949 നവംബർ 26. നവംബർ 26 പ്രത്യേകത ഭരണഘടനാ ദിനം. ഇനി അടുത്തതിലേക്ക് വരാം. ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ചാണ് പറയുന്നത്. കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം. കൃത്യമായിട്ട് സ്ക്രീനിൽ ആമുഖം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ പോയിന്റുകളും വായിക്കണം. നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കിയെടുക്കണം. ആദ്യമായി നമ്മളിവിടെ പറയുന്നു നമ്മുടെ ഭരണഘടനയുടെ ആമുഖമാണ് ഇവിടെ കാണുന്നത്. ആദ്യം ജസ്റ്റ് ഒന്ന് വായിക്കാം. ഈ ആമുഖം മൊത്തത്തിലൊന്ന് വായിക്കാം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലെ ആമുഖം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭരണഘടനയിലെ ആമുഖം എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന ആമുഖം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആമുഖത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ ഒരു ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന ആ ഒരു വാക്കിലൂടെയാണ് നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്നു നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നതിലൂടെയാണ്. ഓർക്കുക, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നതിലൂടെയാണ് നമ്മുടെ ഭരണഘടനയിലെ ആമുഖം ആരംഭിക്കുന്നത്. ഇനി അടുത്ത എന്താ പറയണത്? നമ്മുടെ ഭരണഘടന ആമുഖപ്രകാരം നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യം പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ടാണ് നമ്മുടെ രാജ്യത്തെ
ആമുഖം പ്രകാരം എന്ത് ചെയ്തിരിക്കുന്നത്, സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കും പസോമജറി എന്ന് പറയുന്ന ഒരു കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത് ഓർത്തു വെക്കും. ഇത് ആ കൃത്യ ഓർഡറിൽ തന്നെ ഓർക്കണം. പ എന്ന് പറയുമ്പോൾ പരമാധികാര, സോഷ്യലിസമാണ് സ്ഥിതിസമത്വം. അപ്പോൾ സോഷ്യലിസം അതിന്റെ മലയാളമാണ് സ്ഥിതിസമത്വം. മതേതരത്വം അതാണ് മ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് ജനാധിപത്യ, റിപ്പബ്ലിക്. അപ്പൊ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഭരണഘടനയിലെ ആമുഖ പ്രകാരം സംവിധാനം ചെയ്തിരിക്കുന്നത് പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നാണ്. ഇവിടെ ഓർത്തിരിക്കുക പസോമജറി, ആ ഒരു കോഡ് ഓർക്കാൻ മതി. ആ കൃത്യ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. പരമാധികാര, സോഷ്യലിസ്റ്റിന്റെ മലയാളം പഠിക്കണം. എന്താണ് സ്ഥിതി സമത്വം, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് ആയിട്ടാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിലെ ആമുഖ പ്രകാരം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇനി ആമുഖത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതിൽ ഒന്ന് നീതിയുണ്ട്, പിന്നെ വരുന്നത് സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ വരുന്നത് സമത്വമുണ്ട്, പിന്നെ വരുന്നതാണ് സാഹോദര്യമുണ്ട്. ഇവിടെ എന്താണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആ ഒരു ഓർഡറും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മുടെ നീതി, സ്വാതന്ത്ര്യം, അതിനുശേഷം പിന്നെ വരേണ്ട എന്താണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ ഭരണഘടനയുടെ ഒരു ലക്ഷ്യമായിട്ട് നീതി വേണം, സ്വാതന്ത്ര്യം വേണം, ഒപ്പം സമത്വം വേണം, അതോടൊപ്പം തന്നെ സാഹോദര്യം വേണം. ഇനി കുറച്ചും കൂടി ഉള്ളിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ എങ്ങനെയുള്ള നീതിയാണ് ഭരണഘടനയുടെ ആമുഖം പറയുന്നത്? എങ്ങനെയുള്ള രീതിയാണ്? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള നീതിയാണ്? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതി. അപ്പൊ എങ്ങനെയുള്ള നീതിയാണ് നമ്മുടെ ആമുഖം പറയുന്നത്? നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് സാമൂഹികവും സാമ്പത്തികവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള നീതിയാണ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള നീതി. അപ്പൊ സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം ഓൾറെഡി തന്നെ പഠിക്കുക. സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം. ഇനി അടുത്തത് എന്താണ്? സ്വാതന്ത്ര്യമാണ്. എങ്ങനെയുള്ള സ്വാതന്ത്ര്യമാണ്? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, മതനിഷ്ഠയ്ക്കുള്ള സ്വാതന്ത്ര്യം, ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇതാണ് നമ്മുടെ ആമുഖ പ്രകാരം പറയുന്നത്. ഇനി എങ്ങനെയുള്ള സമത്വമാണ് മുന്നോട്ട് വെക്കുന്നത്? പദവിയിലും അവസരത്തിലുമുള്ള സമത്വം. പദവിയിലും അവസരത്തിലുമുള്ള സമത്വം. അപ്പൊ നമ്മളോട് പറഞ്ഞു ലക്ഷ്യം നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അതിനെ കിട്ടും. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. പിന്നെ ഒന്നാമത് വരേണ്ടതാണ് നീതി. അപ്പൊ ആദ്യം നീതിയെക്കുറിച്ച് പറയുന്നു, പിന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു, പിന്നെ സമത്വത്തെക്കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സാഹോദര്യത്തെക്കുറിച്ച് പറയുന്നത്. എങ്ങനെയുള്ള നീതിയാണോ? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. എങ്ങനെയുള്ള സ്വാതന്ത്ര്യമാണോ? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. എങ്ങനെയുള്ള സമത്വമാണ് ആമുഖത്തിൽ പറയുന്നത്? പദവിയിലും അവസരത്തിലുമുള്ള സമത്വമാണ്. ഇനി അടുത്ത പറയുന്നത് എന്തുവാ? നമ്മുടെ സാഹോദര്യമാണ്. അവിടെ എന്താ പറയണേ? വ്യക്തികളുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തണമെന്നാണ് പറയുന്നത്. വ്യക്തിയുടെ അന്തസ്സ്, ഒപ്പം നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യം, അതേപോലെ തന്നെ അഖണ്ഡത, ഇതൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് എന്താണ്? സാഹോദര്യം പുലർത്തണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഭരണഘടന പ്രകാരം ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആ ഓർഡറിൽ തന്നെ പഠിക്കണം, ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള നീതി? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. എങ്ങനെയുള്ള സ്വാതന്ത്ര്യം? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. എങ്ങനെയുള്ള സമത്വം? പദവിയിലും അവസരത്തിലുമുള്ള സമത്വം. എങ്ങനെയുള്ള സാഹോദര്യം? വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സാഹോദര്യം. ഇനി എന്താണ് പറയുന്നത്? നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു തീയതിയുണ്ട്. അതായത് ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന തീയതി ഏതാണ്? 1949 നവംബർ 26. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന തീയതി നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന തീയതിയാണോ? അല്ല. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ഭരണഘടനയ്ക്ക് അംഗീകാരം കൊടുത്ത 1949
നവംബർ 26 എന്ന് പറയുന്ന തീയതിയാണ് നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഏക തീയതി. അപ്പൊ നമ്മുടെ ആമുഖത്തിൽ ഒരു തീയതി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. ഏതാണ് ആ തീയതി? 1949 നവംബർ 26 ഇനി ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും ചെയ്യുന്നു, നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് തന്നെ എന്ന് പറയുമ്പോൾ ആർക്കാ? നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക്. ആർക്കാണോ? നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് ഇത് പ്രദാനം ചെയ്തിരിക്കുന്നത്. ആർക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു? ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. നിങ്ങൾ നോക്ക്, ഈ ഒരു ഭാഗത്ത് ഒരു ബ്രാക്കറ്റ് ഇട്ട് കണ്ടോ? അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ബ്രാക്കറ്റ് ഇട്ടേക്കണ കണ്ടോ? അപ്പോൾ നോക്കുക, നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26 ഈ പറഞ്ഞ പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഭാഗത്ത് ഈ 2 പോയിന്റുകൾ സ്ഥിതി സമത്വ മതേതര ആ ഭാഗത്ത് എന്ത് നടത്തിയിട്ടുണ്ട്? ഒരു കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പസോമജറി എന്ന് എഴുതിയില്ലേ നേരത്തെ കോഡ്, പസോമജറി, അതിൽ ഈ സോമനെ അങ്ങോട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് ഓർത്താൽ മതി. അതായത് 1942 1976 42ാം ഭരണഘടനാ ഭേദഗതി, ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ ആമുഖം ആകെ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 1976 വർഷം പറയുന്നത്. അങ്ങനെ ഈ ഭേദഗതിയിലൂടെ നമ്മുടെ ആമുഖത്തിലേക്ക് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ തൊട്ടു മുമ്പ് നമ്മളിവിടെ പറഞ്ഞു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. അപ്പൊ അവിടെ ഈ പറഞ്ഞ സ്ഥിതി സമത്വവും മതേതരത്വവും എന്താണ്? ആമുഖത്തിലേക്ക് എന്താണ്? കൂട്ടിച്ചേർത്തു. അപ്പൊ അതുവരെ ഏതാണ്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. 1950 ജനുവരി 26 നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന ആമുഖം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ, നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആമുഖം വന്നു, ആ ആമുഖം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുക പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. എന്നാൽ 1976 42ാം ഭേദഗതിക്ക് ശേഷം നമ്മുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട 2 പദങ്ങൾ പറയാം. ഒന്ന് നമ്മുടെ സ്ഥിതി സമത്വം അല്ലെങ്കിൽ സോഷ്യലിസം, മറ്റൊന്നാണ് എന്ത്? മതേതര. അപ്പൊ സോഷ്യലിസം അല്ലെങ്കിൽ മതേതരത്വം, ഈ 2 ടേമുകൾ എന്താണ്? കൂട്ടിച്ചേർത്തു. അന്നു മുതൽ നമ്മൾ പറയുന്നു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് വരെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു. ഇപ്പൊ എന്താണ്? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. അപ്പൊ ഈ പറഞ്ഞ സ്ഥിതി സമത്വ മതേതരത്വം ഇത് രണ്ടും കൂട്ടിച്ചേർത്തത് എപ്പോഴാണ്? 1976 42ാം ഭേദഗതിയിലൂടെയാണ്. എന്നാൽ നമ്മുടെ ആമുഖത്തിൽ ഈ 2 പദങ്ങൾ മാത്രമാണോ അന്ന് കൂട്ടിച്ചേർത്തത്? അല്ല, ഒരു പദം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നമ്മുടെ ആമുഖത്തിൽ 3ാമതൊരു പദം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം, രാഷ്ട്രത്തിന്റെ ഐക്യം എന്നായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതിനു പകരമായിട്ട് എന്ത് കൂട്ടിച്ചേർത്തു? ഐക്യവും അഖണ്ഡതയും എന്ന് കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്നൊരു പദം കൂടി അവിടെ കൂട്ടിച്ചേർത്തു. അപ്പൊ സോമ എന്ന ഭാഗം കൂട്ടിച്ചേർത്തു. സോഷ്യലിസം മതേതരത്വം, സ്ഥിതി സമത്വം മതേതരത്വം, ഒപ്പം എന്തും കൂട്ടിച്ചേർത്തടോ? അഖണ്ഡതയും കൂട്ടിച്ചേർത്തു. ഒരിക്കൽ കൂടി പറയാം, കേട്ടിരിക്കുക. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരുന്നത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു. അപ്പൊ നമ്മുടെ രാജ്യത്തെ അന്ന് സംവിധാനം ചെയ്തിരുന്നത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു. എന്നാൽ 1976 42ാം ഭേദഗതിയിൽ 2 ടേമുകൾ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തു. അതാണ് സ്ഥിതി സമത്വ മതേതര അല്ലെങ്കിൽ സ്ഥിതി സമത്വം മതേതരത്വം. അന്നു മുതൽ നമ്മുടെ രാജ്യത്തെ സംവിധാനം ചെയ്യുന്നു ആമുഖത്തിൽ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന്. അപ്പൊ 2 ടേമുകൾ ഇവിടെ കൂട്ടിച്ചേർത്തു. ഇത് കൂടാതെ നമ്മുടെ ആമുഖത്തിൽ സഹോദര്യം എന്ന് പറയുന്ന ഭാഗത്തെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി. അതുവരെ എന്താണ്? രാഷ്ട്രത്തിന്റെ ഐക്യവും എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിനോടൊപ്പം എന്നും കൂടെ കൂട്ടിച്ചേർത്തു, അഖണ്ഡത എന്നും കൂടെ കൂട്ടിച്ചേർത്തു. അപ്പൊ നമ്മുടെ ആമുഖത്തിൽ 1976 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സ്ഥിതി സമത്വം, മറ്റൊന്ന് മതേതരത്വം, 3ാമത്തത് അഖണ്ഡത.
ഈ കാര്യം ഓർക്കുക. സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ ആമുഖം വായിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരാം. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് എവിടെയാണോ? നമ്മുടെ ആമുഖത്തിലാണ്. ചോദിച്ചതാണ്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് ഓപ്ഷൻ എ ആമുഖം, ഓപ്ഷൻ ബി മൗലികാവകാശങ്ങൾ, ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ, ഓപ്ഷൻ ഡി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പൊ ഇവിടെ എന്താണ് ഉത്തരം? ആമുഖമാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ആമുഖത്തിലാണ്. ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് വരുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ആമുഖം, ആരാണ് ആമുഖത്തിന്റെ ശില്പി? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം എന്ന് പറയാം. ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നമ്മൾ പഠിച്ചല്ലോ, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം കൃത്യമായി നമ്മളവിടെ കണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ എല്ലാ പോയിന്റും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആമുഖവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായവ ഏത് എന്ന് തരാം, ശരിയായവ അല്ലാത്തവ ഏതെന്ന് തരാം. അങ്ങനെയാണെങ്കിൽ പറയും നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണെന്ന് പറഞ്ഞാൽ അതെന്താണ്? ശരിയാണ്. ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്യവും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം. അതോടൊപ്പം തന്നെ ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതും എന്താണ്? ശരിയാണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. ഇനി നമ്മളിവിടെ പറഞ്ഞല്ലോ ഓരോ പോയിന്റുകളും, പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക് എന്നൊക്കെ പഠിച്ചല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ പ്രകാരമുള്ള ലക്ഷ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് കൃത്യമായിട്ട് നമ്മളൊന്ന് പറയുകയാണ്. പസോമ ജെറി കോഡ് ഓർക്കുക. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക്. സോഷ്യലിസ്റ്റിന്റെ മലയാളമാണ് സ്ഥിതി സമത്വം എന്ന കാര്യം ഓർക്കുക. ഓരോന്നിലേക്കും വരാം. ആദ്യം പരമാധികാരം. നമ്മുടെ ആമുഖത്തിൽ പരമാധികാരം എന്ന് പറയുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും കൊണ്ട് എഴുതി വെച്ച പദമാണോ? അല്ല, അതിന് കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ട്. എന്താണ് പരമാധികാരം? ഭാഗ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരം. നമ്മുടെ രാഷ്ട്രത്തിനുള്ള അധികാരമാണ് ഭാഗ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് നമ്മുടെ രാഷ്ട്രത്തിനുള്ള അധികാരം. അപ്പൊ നമ്മുടെ രാഷ്ട്രത്തിനുള്ള അധികാരം, പരമാധികാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭാഗ്യവും അതേപോലെ തന്നെ ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള നമ്മുടെ രാഷ്ട്രത്തിനുള്ള അധികാരം. നമ്മുടെ രാഷ്ട്രത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനം എടുക്കാനായിട്ട് അമേരിക്കക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജ്യത്ത് നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്. അതുപ്രകാരം നമ്മളിവിടെ തീരുമാനമെടുക്കും. അതായത് നമ്മുടെ നിയമ വ്യവസ്ഥ ഇവിടെ എന്താണ്? തീരുമാനം കൈക്കൊള്ളും. അതേപോലെ തന്നെ ഭാഗ്യമായ പല കാര്യങ്ങളിലും, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ റഷ്യ ഉക്രൈൻ വാറുണ്ട്. ആ ഒരു സമയത്ത് ഇന്ത്യ ഇന്ത്യതായിട്ടുള്ള ഒരു നിലപാട് കൈക്കൊണ്ടു. അപ്പൊ അതെന്താണ്? നമ്മുടെ അധികാരമാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? പരമാധികാരം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളതായിട്ടുള്ള നിലപാടുണ്ട്. അതിൽ വേറൊരാരും എന്ത് ചെയ്യേണ്ട? കൈകടത്തേണ്ട ആവശ്യമില്ല. അതാണ് പരമാധികാരം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭാഗ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. അടുത്ത നമുക്ക് സ്ഥിതി സമത്വം. സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങളിൽ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. അപ്പൊ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികൾക്കും എന്താണ്? നീതി ഉറപ്പാക്കണം. എങ്ങനെയുള്ള നീതി? സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി. സാമൂഹ്യപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒരു തരത്തിലുള്ള വേർതിരിവും ഒരാളോടും കാട്ടാൻ പാടില്ല. എല്ലാവർക്കും തുല്യമായ നീതി ആയിരിക്കണം കിട്ടേണ്ടത്. അതാണ് ഇവിടെ സ്ഥിതി സമത്വം അല്ലെങ്കിൽ സോഷ്യലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കണം. അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കണേ. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച്. ഇനി അടുത്തത്
മതേതരത്വമാണ്. മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ രാജ്യത്തിന് എന്തില്ല? ഔദ്യോഗികമായിട്ടുള്ള മതമില്ല. എന്നതുകൊണ്ടോ നമ്മൾ വേറൊരാൾ ഏതെങ്കിലും ഒരു മതത്തിൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ ആ മതത്തെ ആരാധിക്കുന്നത് കൊണ്ടോ ഒരു തെറ്റുമില്ല. അതാണ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. ഇന്ന മതത്തിൽ നീ പോയിട്ട് ആരാധിക്കുന്നു എന്നതുകൊണ്ട് അവരോട് യാതൊരുവിധ വിവേചനവും കാണിക്കില്ല. നമുക്കെന്താണ്? ഇഷ്ടമുള്ള മതത്തിൽ എന്ത് ചെയ്യാം? വിശ്വസിക്കാം. ഇഷ്ടമുള്ള മതത്തെ നമുക്ക് പ്രചരിപ്പിക്കാം. പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും എന്താണ്? വിവേചനം കാണിക്കില്ല. പക്ഷെ എന്താണ്? രാഷ്ട്രത്തിന് എന്തില്ലടോ? ഔദ്യോഗിക മതമില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തെന്താണ്? ജനാധിപത്യം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നു. അത് പിന്നെ പറയാതെ നിങ്ങൾക്കറിയാലോ, നമ്മൾ ഇലക്ഷനിൽ പോകുന്നു. ഇനിയിപ്പോൾ ഇതാ ലോക്സഭ ഇലക്ഷൻ വരുന്നു. അപ്പോൾ നമ്മൾ വോട്ടിന് പോകുന്നു. അപ്പോൾ അവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന ആൾക്കാർ ലോകസഭയിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് വരുന്നു. അതാണ് ഇവിടെ ജനാധിപത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രതലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. രാഷ്ട്രതലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നുവെങ്കിലാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. രാഷ്ട്രതലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ രാജ്യം എന്താണ്? റിപ്പബ്ലിക് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഭരണഘടനയിലെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങളുടെ വിശദമായിട്ടുള്ള വിവരണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുക. എല്ലാം സിമ്പിളാണ്. ഒന്ന് പരമാധികാരം, ഭാഗ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന രാഷ്ട്രത്തിനുള്ള അധികാരം. സ്ഥിതി സമത്വം, സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. മതേതരത്വം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. ജനാധിപത്യം, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നു. റിപ്പബ്ലിക്, രാഷ്ട്രതലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. കൊച്ചു കൂട്ടുകാർ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വളരെ സിമ്പിളായി നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നോക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളാണ് ഇനി ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളിൽ പറയുന്ന ഒന്ന് പാർലമെന്ററി ഭരണ സമ്പ്രദായമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായമാണുള്ളത്. അതേപോലെ തന്നെ മൗലിക അവകാശങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ കൃത്യമായി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. നിയമവാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. സംയുക്ത വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. എഴുതപ്പെട്ട ഭരണഘടനയാണല്ലോ ഇന്ത്യൻ ഭരണഘടന. നമുക്കറിയാം, ഭരണഘടന എന്ന് പറയുമ്പോൾ എഴുതപ്പെടാത്തതുമുണ്ട്, എഴുതപ്പെട്ടതുമുണ്ട്. നമ്മുടെ ഭരണഘടന എന്താണ്? കൃത്യമായിട്ട് എഴുതപ്പെട്ട ഭരണഘടനയാണ്. അതാണ് നമ്മളൊരു ബുക്ക് രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒപ്പം നമ്മുടെ ഭരണഘടന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഇനി സ്വാതന്ത്ര്യ നീതിന്യായ വ്യവസ്ഥ. അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഇവിടെ കൃത്യമായിട്ട് ലിസ്റ്റ് ഇട്ട് പറഞ്ഞിരിക്കുന്നത്. പാർലമെന്ററി ഭരണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. മൗലിക അവകാശങ്ങളുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. മൗലിക കർത്തവ്യങ്ങളുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. നിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വാതന്ത്ര്യ നീതി ന്യായ വ്യവസ്ഥ. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയായിട്ട് പറയുന്നത്. ഇത് നമ്മൾ അടുത്തതായിട്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞല്ലോ ഇന്ത്യൻ ഭരണഘടന സവിശേഷത. ഇനി അതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ പോവാണ്. പാർലമെന്ററി ഭരണ സംവിധാനം. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞത് പാർലമെന്ററി ഭരണ സമ്പ്രദായത്തെ കുറിച്ചാണ് നമ്മളിവിടെ ആദ്യം പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പാർലമെന്ററി ഭരണ സമ്പ്രദായത്തെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായമാണ്. എന്താണ് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായം കൊണ്ട് അർത്ഥമാക്കുന്നത്? രാജ്യ ഭരണത്തിന് വേണ്ടി ജനങ്ങൾ താങ്കളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു. ഈ പ്രതിനിധി സഭ പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത്. നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. വളരെ സിമ്പിളായിട്ട് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്താണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെന്ററി ഭരണ സംവിധാനം. നമ്മൾ തെരഞ്ഞെടുപ്പിന് പോകുന്നു. നമ്മുടെ ലോകസഭ
ആ ഒരു ലോകസഭ ഉണ്ട്. ആ ലോകസഭയിലേക്ക് നമ്മൾ എന്താണ് നമ്മുടെ ഈ പറയുന്ന പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അയക്കുന്നു. അവിടെ നിന്ന് മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മൾ രാജ്യത്ത് എന്താണ് ഭരണം നടപ്പിലാക്കപ്പെടുന്നു. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യസഭ, ലോകസഭ ഇതൊക്കെയുണ്ട്. ഇതൊക്കെ എന്താണ് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളാണ് പ്രതിനിധാനം ചെയ്യുന്നവിടെ. അവരിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് ഭരണങ്ങൾ നടപ്പിലാക്കപ്പെടുന്നത്. അപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം. സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലൊരു ഡെഫിനിഷൻ കിട്ടി. ഇനി ഇവിടെയാണ് എന്ത് നിയമനിർമ്മാണം നടത്തുന്നത്. അപ്പോൾ നിയമനിർമ്മാണം എവിടെയാണോ നടത്തുന്നത് ചോദ്യം തന്നെയാണ്. നിയമനിർമ്മാണം നടത്തുന്നത് എവിടെയാണ്? നമ്മുടെ പാർലമെന്റിലാണ്. നിയമനിർമ്മാണം നടത്തുന്നത് സുപ്രീം കോടതിയിലാണോ? അല്ല. എവിടെയാണ്? പാർലമെന്റിലാണെന്ന കാര്യം ഓർക്കുക. നമ്മുടെ രാജ്യത്ത് ഓരോ നിയമങ്ങളും രൂപം കൊള്ളുന്നത് എവിടെയാണ്? പാർലമെന്റിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്, കൃത്യമായി പഠിച്ചു വെക്കണം. ഇനി അടുത്തതിലേക്ക് വരാം. ഇന്ത്യൻ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. കേന്ദ്രത്തിൽ പാർലമെന്റ് പോലെ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമസഭകളുണ്ട്. പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും, സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും എന്താണ് അധികാരത്തിൽ തുടരാനാവില്ല. ഭരണാധികാരികളുടെ മേൽ ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവും അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളുടെ പാർലമെന്ററി ഭരണ സമ്പ്രദായം ഉറപ്പാക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് എന്ത്? പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അമേരിക്കൻ ഐക്യനാടുകൾ, ഫ്രാൻസ് എന്നിവ എന്താണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന് ഉദാഹരണമാണ്. അപ്പൊ ജനങ്ങൾ എന്താണ് നേരിട്ട് എന്താണ് ഭരണത്തലവനെ തെരഞ്ഞെടുക്കുന്നു. ജനങ്ങൾ നേരിട്ട് എന്ത് ചെയ്യുന്നു? ഭരണത്തലവനെ തെരഞ്ഞെടുക്കുന്നതാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഈ പറയുന്ന അമേരിക്ക, അതേപോലെ തന്നെ ഫ്രാൻസ്. നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് എന്നല്ലേ പറയാ, ജോൺ ബൈഡനൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജോ ബൈഡനൊക്കെ നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തെ നേരിട്ട് തെരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറയുന്നത്. ഉദാഹരണമാണ് അമേരിക്കയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രാൻസും എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞാൽ ഭരണാധികാരികളുടെ മേൽ ജനങ്ങളുടെ അധികാരവും നിയന്ത്രണവും അവർ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളുടെ പാർലമെന്ററി ഭരണ സമ്പ്രദായം ഉറപ്പാക്കുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തെരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ്? നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും എത്തിച്ചേരുന്നു. അവരിലൂടെ നമ്മൾ എന്താണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇവിടെ എന്താണ് പ്രസിഡൻഷ്യൽ സംവിധാനത്തിലേക്ക് വരുമ്പോൾ നേരിട്ട് തെരഞ്ഞെടുക്കുകയാണ്. ആരാണ് ഇന്ന പ്രസിഡന്റ്, അയാളെ നേരിട്ട് തെരഞ്ഞെടുക്കുകയാണ്. അതാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അതിന് ഉദാഹരണമാണ് രണ്ട് രാജ്യങ്ങൾ, അമേരിക്കയും അതോടൊപ്പം തന്നെ ഫ്രാൻസും. ഇനി ഇവിടെ പറയുന്നത് മൗലികാവകാശങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടു നമ്മുടെ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ. ഇനി പറയുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ഭരണഘടനയിൽ പ്രധാനമായിട്ടും 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് നിലവിലുള്ളത്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, അതേപോലെ തന്നെ ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അപ്പോൾ നമ്മുടെ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? 6 തരം. ഏതെല്ലാമാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചാൽ മതി. കൃത്യമായിട്ട് ഓർഡറിൽ തന്നെ പഠിക്കണം. സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരെ, മതസ്വാതന്ത്ര്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പരിഹാരത്തിന് എന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക. അപ്പൊ എന്താണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, പിന്നെ വരുന്ന സാംസ്കാരിക വിദ്യാഭ്യാസപരവുമായ അവകാശം, അതിനുശേഷമാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ പറയുന്നുണ്ട്. മൗലിക അവകാശങ്ങളിലേക്ക് വരുന്നു. ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികസനത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണങ്ങൾ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെന്റുകൾക്ക് എന്താണ് ഉത്തരവാദിത്തമുണ്ട്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരനെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നേരിട്ട് എന്താണ് സമീപിക്കാവുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ കോടതിക്ക് പൗരന്റെ അവകാശ സംരക്ഷണത്തിനായിട്ട് എന്താണ് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം എന്താണ് ഭരണഘടന നൽകുന്നു. അത്തരത്തിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിട്സുകൾ എന്ന് പറയുന്നത്. അല്ലെ? റിട്സ് എന്ന ആശയപ്പെടുന്ന കടകൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി, അതായത് ആരൊക്കെയാണ്? ഹൈക്കോടതിയും അതേപോലെ തന്നെ സുപ്രീം കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. ഇനി എന്താ ഇവിടെ പറയുന്നത്? നമ്മുടെ മൗലികാവകാശം ഓൾറെഡി നമ്മൾ പറഞ്ഞു. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇതാണ് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന 6 മൗലിക അവകാശങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിന്റിലേക്ക് വരാം.
ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുകയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. അപ്പോൾ നമ്മുടെ മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 21A ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും എന്താണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്താണ് മൗലികാവകാശമാണ്. അത് കൃത്യമായിട്ട് നമ്മുടെ ഗവൺമെന്റ് നൽകിയിരിക്കണം. ഇനി എന്താണ് ഇവിടെ പറയുന്നത്? ഇത് പറയുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ട രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള സർക്കാരിന്റെ പദ്ധതികളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത് സർവ്വശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത്. അതിന്റെ ലോഗോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സർവരും പഠിക്കുക, സർവരും വളരുക എന്നതാണ് അതിന്റെ ആപ്തവാക്യം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സർവരും പഠിക്കുക, സർവരും വളരുക എന്തിന്റെ ആപ്തവാക്യം? സർവ്വശിക്ഷാ അഭിയാന്റെ ആപ്തവാക്യമാണ്. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 21A പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഉറപ്പുവരുത്താൻ വേണ്ടി, അത് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഇത് ആര് ഉറപ്പുവരുത്തണം? നമ്മുടെ ഗവൺമെന്റ് ഉറപ്പുവരുത്തണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരിലേക്കും ഈ വിദ്യാഭ്യാസം എത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തുടങ്ങിയതാണ് സർവ്വശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി. അതിന്റെ ആപ്തവാക്യമാണ് നമ്മൾ പരിചയപ്പെട്ടത്. സർവരും പഠിക്കുക, സർവരും വളരുക. സർവരും പഠിക്കുക, സർവരും വളരുക. പിന്നെ ആർട്ടിക്കിൾ 21A കൂടെ ഓർത്തിരിക്കുക. ഇനി മൗലിക കർത്തവ്യങ്ങളിലേക്ക് വരാം. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടു, നമ്മൾ നമ്മുടെ പറയുന്ന ഭരണഘടനയുടെ സവിശേഷതയിൽ ഇനി പഠിക്കുന്നത് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയാൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്റെ അവകാശങ്ങൾ ഉറപ്പ് നൽകിയിട്ടുള്ളതുപോലെ മൗലിക കർത്തവ്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എന്ന കാര്യം ഓർത്തിരിക്കുക. ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു. ഓരോ പൗരനും അവകാശങ്ങൾ അനുഭവിക്കുന്നതിനൊപ്പം കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം സുഗമമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. കടമകൾ കൂടാതെ അവകാശങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നും കൂടെ പറയുക. ഇവിടെ ഈ പറയുന്ന മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ആ മൗലിക കർത്തവ്യവുമായി ബന്ധപ്പെട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് ഈ ഒരു കൊച്ചു ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നത്. ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും, അപ്പോൾ അത് ഏതിൽ പറയാം? നമ്മുടെ കടമയാണ്. ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കുക. അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക, അത് നമ്മുടെ കടമയാണ്. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക, അത് നമ്മുടെ കടമയാണ്. മൗലിക കർത്തവ്യങ്ങൾ എന്താണ്? ഈ പറയുന്ന മൗലിക കർത്തവ്യത്തിലൂടെ നമ്മളിലേക്ക് പറഞ്ഞു തരികയാണ്. ഇതൊക്കെ നമ്മുടെ കടമകളാണെന്ന് കൃത്യമായിട്ട് നമ്മളെ ഭരണഘടനയിൽ അവിടെ പറയുന്നുണ്ട്. മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഭാഗത്ത് 51A എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ 4A എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് ഇവിടെ പറയുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളിൽ നമ്മളിപ്പോൾ ഏതെല്ലാം പഠിച്ചു? പാർലമെന്ററി സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ പഠിച്ചു. ഇനി നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. നോക്കാം. ഒരു വാർത്താ കൊളാഷ് വിശകലനം ചെയ്താൽ കണ്ടെത്താവുന്ന നിർദ്ദേശക തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് ചെറിയൊരു വാർത്തയുടെ കുറച്ച് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് വരാം. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക. ഇതെവിടെ പറയുന്നുണ്ട്? നിർദ്ദേശക തത്വത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ട് ഈ പറഞ്ഞ പോയിന്റുകൾ ഇടാം. ഒന്നാമത്തെ പറഞ്ഞു സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുന്നത് നിർദ്ദേശക തത്വത്തിൽ പറയുന്നുണ്ട്. രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ നിർദ്ദേശക തത്വത്തിൽ പറയുന്നുണ്ട്. ദേശീയ പ്രാധാന്യവും ചരിത്രപരമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക എന്നത് നിർദ്ദേശക തത്വത്തിൽ പറയുന്നുണ്ട്. ഇനി എന്താണ്? സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നും ഇവിടെ പറയുന്നുണ്ട്, നിർദ്ദേശക തത്വത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ നിർദ്ദേശക തത്വത്തിൽ പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ഇവിടെ എടുത്തു പറയുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക, രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക, ദേശീയ പ്രാധാന്യവും ചരിത്രപരമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക, സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതി അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. ഇതൊക്കെ എന്താണ്? വിവിധ ആർട്ടിക്കിളിലായിട്ട് നമ്മുടെ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് പറഞ്ഞു പോകുന്ന കുറച്ച് പോയിന്റുകളാണ് ഇവിടെ എടുത്തു നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ
പരീക്ഷയ്ക്ക് ഈ പോയിന്റുകൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ ചോദ്യമായിട്ട് വരിക. അല്ല, തന്നിരിക്കുന്ന നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്ന തരത്തിൽ ചോദിക്കാം. അവിടെ ഈ പറഞ്ഞ 4 ചിലപ്പോൾ എടുത്ത് തരാവുന്നതാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം അനുവദിക്കുക, അത് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. രാജ്യത്തെ വനങ്ങളും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക എന്നും കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. നിർദ്ദേശ തത്വങ്ങൾ എന്ന ഭാഗത്ത് പറയുന്നുണ്ട്. ദേശീയ പ്രാധാന്യവും ചരിത്രപരമായ മൂല്യമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക എന്ന് അവിടെ പറയുന്നുണ്ട്. സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന് അവിടെ പറയുന്നുണ്ട്. നിർദ്ദേശക തത്വത്തിൽ പറയുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്ര ഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയാണ് എന്തെന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ എന്ന്. അപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സാമൂഹിക നീതി ഉറപ്പാക്കുക. അപ്പൊ നമ്മുടെ സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിലുള്ള നിർദ്ദേശങ്ങളായിട്ട്. അപ്പൊ എന്തിനുള്ള തത്വങ്ങളാണ്? നമ്മുടെ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായിട്ടുള്ള തത്വങ്ങൾ എവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ? നിർദ്ദേശ തത്വങ്ങളായിട്ട്. ഭാഗം ഏതാണ്? നമ്മുടെ നിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഭാഗം 4 ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ വരുന്നത്. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതാനും നിർദ്ദേശ തത്വങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും നിർദ്ദേശ തത്വങ്ങൾ പിന്തുടരേണ്ടതാണ്. അപ്പൊ ഈ നിർദ്ദേശ തത്വങ്ങൾ എന്താണ്? ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും എന്താണ്? ഈ പറഞ്ഞ നിർദ്ദേശ തത്വങ്ങൾ പിന്തുടരേണ്ടതാണ്. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെന്റ് എന്താണ്? നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ നിർദ്ദേശ തത്വങ്ങളിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ എന്താണ്? ഗവൺമെന്റ് നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ എന്താണ്? നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുകയാണ്. മൗലികാവകാശങ്ങൾ ഹാനിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് പരിഹാരം തേടാമെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. നമ്മൾ പറഞ്ഞല്ലോ, ഹൈക്കോടതിയെയും അതുപോലെ തന്നെ സുപ്രീം കോടതിയും നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൗലികാവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോകാൻ പറ്റും. അപ്പൊ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ഈ പറഞ്ഞ നിർദ്ദേശ തത്വങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് നമുക്ക് കോടതിയെ എന്ത് ചെയ്യാൻ പറ്റില്ല? സമീപിക്കാൻ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മൗലികാവകാശങ്ങൾ നമുക്ക് ലംഘിക്കപ്പെട്ടാൽ കോടതിയിൽ പോകാമെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അത് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എവിടെ പോകാൻ പറ്റില്ല? കോടതിയിൽ പോകാൻ പറ്റില്ല. അപ്പൊ ഇത് നടപ്പിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിയമനിർമ്മാണത്തിലൂടെ അതാത് ഗവൺമെന്റ് ആണ് ഈ പറയുന്ന നിർദ്ദേശ തത്വത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതെന്നും കൂടെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്തത് നിയമവാഴ്ചയാണ്. ഇപ്പൊ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നിർദ്ദേശ തത്വങ്ങൾ വരെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിയമവാഴ്ചയാണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് നിയമവാഴ്ച എന്നാണ് ഇവിടെ പറയുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നിയമവാഴ്ച എന്ന് പറയുമ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും എന്താണ്? സമന്മാരാണ്. എന്താണ് ഇതിനർത്ഥം? ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല, എല്ലാവരും നിയമത്തിന് വിധേയരാണ്. ജനാധിപത്യ ചിന്തയുടെ വളർച്ചയോടുകൂടിയാണ് നിയമവാഴ്ച എന്ന ആശയം ഉയർന്നു വന്നത്. നിയമവാഴ്ച അതിന്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നത് ബ്രിട്ടീഷ് ഭരണഘടന അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട ഒരു ടേമാണ് എന്ത്? നിയമവാഴ്ച എന്ന് പറയുന്നത്. നിയമവാഴ്ച എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളും ഇന്ന് എന്താണ്? ഈ ആശയത്തെ അടിസ്ഥാനമാക്കുന്നു. നമ്മുടെ ഭരണഘടന ഈ ആശയം പരിപൂർണമായി ഉൾക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് നിയമവാഴ്ച എന്ന് പറയുമ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും എന്താണ്? സമന്മാരാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് സംയുക്ത ഭരണവ്യവസ്ഥ എന്നാണ് പറയുന്നത്. ഫെഡറൽ സിസ്റ്റം, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. അത് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയായിട്ട് നമ്മൾ കണ്ടതാണ്. 2013 പാർലമെന്റ് അംഗീകരിച്ച നിയമമായ ഒരു പ്രധാന ബില്ലാണ് എന്ത്? ഭക്ഷ്യസുരക്ഷാ ബില്ല് എന്ന് പറയും. അപ്പൊ ഭക്ഷ്യസുരക്ഷാ ബില്ല് വരുന്നത് 2013. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ, ഭക്ഷ്യസുരക്ഷാ ബില്ല് വരുന്നത് 2013. നമ്മൾ ഈ ബായി എഴുതൂലോ, അപ്പൊ ഇവിടെ ബായിനെ ഒന്ന് വെട്ടിയാൽ മതി, നമുക്ക് അവിടെ 13 കിട്ടും അല്ലെ. ബാ എന്ന് നമ്മൾ ഇതാ ഇങ്ങനെ എഴുതാം, എന്ന് വെട്ടിക്കഴിഞ്ഞാൽ 1 3 കിട്ടും. അപ്പൊ നമുക്ക് 2013 എന്ത് വരുന്നത്? ഈ പറഞ്ഞ ഭക്ഷ്യസുരക്ഷാ ബില്ല് വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുകയാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിയമം സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെയാണ് എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റുകൾ ഇത് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണരീതിയാണ് ഇന്ത്യയിലുള്ളത്. ഇതാണ് എന്ന് പറയുന്നത് സംയുക്ത ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം എന്ത് ചെയ്യുന്നു? പങ്കിട്ട് നൽകുന്നു. അങ്ങനെയുള്ള ഒരു ഭരണരീതിയാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സംയുക്ത ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്.
സംയുക്ത വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുകയാണെങ്കിൽ അതിനെ ഏകായത്ത ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ യൂണിറ്ററി സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകൾക്ക് എന്താണ് കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകൾക്ക് എന്താണ് അധികാരം പങ്കിട്ട് നൽകുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാം കേന്ദ്രത്തിൽ അങ്ങോട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് ഏകായത ഭരണ വ്യവസ്ഥ എന്നാണ് പറയാൻ പറ്റുക. എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിലാണ് അത് കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിൽ നമുക്കതിനെ ഏകായത ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ യൂണിറ്ററി സിസ്റ്റം എന്നാണ് പറയുന്നത്. വ്യത്യസ്തവും പ്രാദേശിക വൈവിധ്യവും നിറഞ്ഞതുമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ വൈവിധ്യത്തെ ഉൾക്കൊണ്ട് രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ ഫെഡറൽ ഭരണ സംവിധാനം എന്താണ് സഹായിക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മുടെ അടുത്ത സവിശേഷതയായിട്ട് നമ്മൾ പറഞ്ഞതാണ് എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന്. നമ്മുടെ ഭരണഘടന ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ലോകത്ത് എഴുതപ്പെട്ടുള്ളതും എഴുതപ്പെടാത്തതുമായ ഭരണഘടന നിലവിലുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഭരണഘടന നമ്മുടെ ലോകത്തുണ്ട്, എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും. എഴുതപ്പെടാത്ത ഭരണഘടന എന്നതിന് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നേ അർത്ഥമുള്ളൂ. ഇത്തരം ഭരണഘടനയിൽ ഭരണഘടനാപരമായ നിയമങ്ങൾ, ചട്ടങ്ങൾ മുതലായവ രാജ്യശാസനങ്ങൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നീ രൂപത്തിൽ നിലകൊള്ളുന്നു എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഈ പറഞ്ഞ ഭരണഘടനയിൽ എഴുതപ്പെടാത്ത ഭരണഘടന എന്നത് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നേ അർത്ഥമുള്ളൂ. ഇത്തരം ഭരണഘടനകളിൽ എഴുതപ്പെടാത്ത ഭരണഘടനകളിൽ ഉള്ള രാജ്യങ്ങളിൽ ഭരണഘടനാപരമായ നിയമങ്ങൾ, ചട്ടങ്ങൾ മുതലായവ രാജ്യശാസനങ്ങൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നീ രൂപത്തിൽ എന്താണ് നിലകൊള്ളുന്നു എന്നും കൂടെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി എഴുതപ്പെട്ട ഭരണഘടനയും എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീല്, ദക്ഷിണാഫ്രിക്ക ഇത്രയും രാജ്യങ്ങളിൽ എന്തുണ്ട് എഴുതപ്പെട്ട ഭരണഘടനയാണ് ഉള്ളത്. നമുക്കറിയാം അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത്. ഇവിടെ അമേരിക്കൻ ഐക്യനാടുകൾ അവിടെയുള്ള ഭരണഘടന, ഇന്ത്യയിലെ നമ്മുടെ ഭരണഘടന, ഓസ്ട്രേലിയയിലുള്ള ഭരണഘടന, ഫ്രാൻസ്, അതുപോലെ തന്നെ ബ്രസീല്, അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക ഇത്രയും രാജ്യത്തുള്ള ഭരണഘടന എന്താണ് എഴുതപ്പെട്ട ഭരണഘടനയാണ്. കൃത്യമായിട്ട് ബുക്ക് രൂപത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതേസമയത്ത് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ബ്രിട്ടൻ ഈസ് ന്യൂ ഫ്രണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബ്രിട്ടൻ ഈസ് ന്യൂ ഫ്രണ്ട് എന്ന് ഓർക്കുക. ബ്രിട്ടൻ ഈസ് ന്യൂ ഫ്രണ്ട്. അപ്പോൾ എന്താണ് ബ്രിട്ടൻ ഈസ് ഇസ്രായേൽ, ന്യൂസിലൻഡ്, ഫ്രണ്ട് ഫ്രാൻസ്. അതെന്താണ് എഴുതപ്പെടാത്തതാണ്. ബ്രിട്ടൻ ഈസ് ന്യൂ ഫ്രണ്ട്. അപ്പോൾ ഇവിടെ ബ്രിട്ടൻ ഈസ് ന്യൂ ഫ്രണ്ട്. ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്, ഫ്രാൻസ്. ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്, ഫ്രാൻസ് ഇവിടങ്ങളിലൊക്കെ എന്താണ് എഴുതപ്പെടാത്ത ഭരണഘടനയാണ്. അപ്പോൾ എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ബ്രിട്ടൻ ഈസ് ന്യൂ ഫ്രണ്ട്. അപ്പോൾ ബ്രിട്ടൻ, ഇസ്രായേൽ, അതുപോലെ തന്നെ ന്യൂസിലൻഡ്, ഫ്രാൻസ് ഇവിടങ്ങളിലൊക്കെ എഴുതപ്പെടാത്തതാണ്. പക്ഷെ ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, അതേപോലെ തന്നെ ഓസ്ട്രേലിയ, നമ്മുടെ അമേരിക്ക ഇവിടങ്ങളിലൊക്കെ എന്താണ് നമ്മുടെ എഴുതപ്പെട്ട ഭരണഘടനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് സ്വാതന്ത്ര്യ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയായിട്ട് നമ്മൾ പറഞ്ഞതാണ്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്വതന്ത്രമായിട്ടുള്ള ഒരു നീതിന്യായ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിയമ സംരക്ഷണം ഉറപ്പുവരുത്തുകയുമാണ് നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല. ഭരണകൂടത്തിന്റെ മറ്റ് രണ്ട് വിഭാഗങ്ങളായ നിയമനിർമ്മാണ സഭയുടെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും സ്വാധീനത്തിൽ നിന്ന് നീതിന്യായ വിഭാഗം എന്താണ് സ്വതന്ത്രമാണ്. ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ നിയമനിർമ്മാണ സഭയുടെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും സ്വാധീനത്തിൽ നിന്നെന്താണ് സ്വാതന്ത്ര്യമാണ്. അതാണ് നമ്മുടെ നീതിന്യായ സംവിധാനം എന്ന് പറയുന്നത്. എന്താണ് സ്വതന്ത്ര നീതിന്യായ സംവിധാനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത് നമ്മുടെ നീതിന്യായ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ നിയമനിർമ്മാണ സഭയുടെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും സ്വാധീനത്തിൽ നിന്ന് നമ്മുടെ നീതിന്യായ വിഭാഗം എന്താണ് സ്വതന്ത്രമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്നത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ്. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ചുവടെ ചിത്രീകരിക്കുന്ന ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണിയാണ്. സുപ്രീം കോടതി ഏറ്റവും തലപ്പത്ത് വരും, പിന്നെ ഹൈക്കോടതി, അതിന് താഴെയായിട്ട് ജില്ലാ കോടതി, അതിന് താഴെയായിട്ട് സബ് കോടതി, പിന്നെ വരുന്നത് മുൻസിഫ് കോടതിയും വരും, മജിസ്ട്രേറ്റ് കോടതിയും വരും. ആ മുൻസിഫ് കോടതി എന്ന് പറയുന്ന സിവിൽ കേസുകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുമ്പോൾ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ മുൻസിഫിന്റെ ആ സാ ഉണ്ടോ, മുൻസിഫിന്റെ സാ സിവില്, മുൻസിഫിന്റെ സി സിവിൽ,
അപ്പോൾ മുൻസിഫ് കോടതി സിവിൽ കേസുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മജിസ്ട്രേറ്റ് കോടതി എന്തായിരിക്കും ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതിന് തൊട്ട് മുകളിലായിട്ട് സബ് കോടതി, തൊട്ട് മുകളിലായിട്ട് ജില്ലാ കോടതി, തൊട്ട് മുകളിലായിട്ട് ഹൈക്കോടതി, ഏറ്റവും ടോപ്പിലായിട്ട് ആര് വരും? നമ്മുടെ സുപ്രീം കോടതി വരും. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതി. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? മുൻസിഫ് കോടതി. ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട താഴ്ന്ന കോടതി ഏതാണ്? മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് നോക്കുക, ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 2002 പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ അവകാശം എന്താണ്? മൗലിക അവകാശമായി. നമ്മൾ പറഞ്ഞല്ലോ 21A അത് ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ, 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഇനി അടുത്തത് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലും നടത്താറുണ്ട്. ഇങ്ങനെ ഭരണഘടനാ ഭേദഗതി എന്നാണ് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഭരണഘടനാ ഭേദഗതി എന്നാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 106ഓളം ഭരണഘടനാ ഭേദഗതി നിലവിലുണ്ടെന്ന്. അതായത് നമ്മുടെ ഭരണഘടന വന്നതിന് ശേഷം, നിലവിൽ വന്നതിന് ശേഷം പിന്നീട് എന്താണ് അതിൽ പലതരത്തിലുള്ള ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആമുഖത്തിന്റെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലും നടത്താറുണ്ട്. ഇതിനാണ് ഭരണഘടനാ ഭേദഗതി എന്ന് വിളിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ പാർലമെന്റിന് അധികാരമുണ്ട്. ആരാണ് നിയമം നിർമ്മിക്കുന്നത്? പാർലമെന്റ്. ഭേദഗതി നടത്താനുള്ള അധികാരം ആർക്കാണോ? പാർലമെന്റിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. ഇങ്ങനെ ഭേദഗതിയൊക്കെ നടത്തുമ്പോൾ ഒരിക്കലും നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. സ്വത്തവകാശം ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലികാവകാശമായിരുന്നു. എന്നാൽ പിന്നീട് അത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശമല്ലാതായി. അതാണ് ഈ ഭേദഗതിയിലൂടെ എന്താണ്? സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്നും പുറത്താക്കി. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭരണഘടനയിലൂടെ കൂട്ടിച്ചേർക്കാം, അതേപോലെ തന്നെ പുറത്താക്കുകയും ഒക്കെ ചെയ്യാമെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും സംഘടനകളും സ്ഥാപനങ്ങളും ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഇന്ത്യക്കാരായ നാം ഓരോരുത്തരും ഭരണഘടന അനുസരിച്ച് ജീവിക്കുവാനും ഭരണഘടന കാത്തു സൂക്ഷിക്കാനും ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇതെല്ലാം പരീക്ഷയിൽ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കുക. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്നലെ നമ്മളെ ഇന്ത്യയിലെ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. നമ്മൾ അതിൽ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിച്ചു. ഇനി അതായത് ഇന്ത്യയിലെ നദികളിലെ ഹിമാലയ നദികളാണ് നമ്മൾ പഠിച്ചത്. ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഹിമാലയ നദികളാണ് നമ്മൾ പഠിച്ചത്. അതിൽ സിന്ധു നദിയെക്കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ഗംഗ, ബ്രഹ്മപുത്ര ഈ രണ്ട് നദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു ക്ലാസ് നമ്മൾ തൊട്ടടുത്ത ക്ലാസ് എന്തായിരിക്കും? ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന നദികളുടെ തുടർച്ചയായിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അടുത്ത SCRT ഒരു ചാപ്റ്റർ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്ന SCRTയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ തന്നെ മറ്റൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ ഓരോ ക്ലാസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചല്ലോ, ഇത് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. പക്ഷേ ഇനി അടുത്തൊരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇതേപോലുള്ള ചാപ്റ്റർ നമ്മൾ പഠിക്കും. അവിടെ കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാ ആയിട്ട് പഠിക്കും. അപ്പോൾ നമ്മളൊരു ബേസ് കിട്ടി. ഇനി അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്. അതാണ് ഈ SCRT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോഴുള്ള ഗുണം. ആദ്യം കുറച്ച് കാര്യങ്ങൾ പഠിക്കും, പിന്നെ നമ്മൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ഓൾറെഡി കുറേ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അവിടെ ആ കൂട്ടിച്ചേർക്കൽ വരുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഒരു കഥ പോലെ നമുക്ക് SCRT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ വൈകാതെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളോട് പലരും ചോദിക്കാറുണ്ട് എവിടെയാണ് ഈ ക്ലാസ്സുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്ലാസ്സുകളും ഒപ്പം ഈ SCRTൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ SCRT ക്ലാസ്സുകളും ഇനി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ അതിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒപ്പം എന്ത് ചെയ്യാം? നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റിലൂടെ കാണാൻ പറ്റും. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പം അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.